നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഞങ്ങൾ 2016 അധികാരത്തിൽ വന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ആ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ ക്ഷേമ പെൻഷൻ്റെ സ്ഥിതി പരിശോധിച്ചു. കടലാസിൽ 600 രൂപ തീരുമാനമുണ്ട്. പക്ഷേ പെൻഷൻ കുടിശ്ശിക 18 മാസത്തത്. 18 മാസത്തെ കുടിശ്ശിക. ആ 2016 LDF മന്ത്രിസഭ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു. മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നെയാണ് അതിൻ്റെ വർധനവിനെക്കുറിച്ച് ആലോചിച്ചത്. എത്രയായി? 1600 രൂപ. എത്ര പേർക്ക്? 60 ലക്ഷം പേർക്ക്. ആ പെൻഷൻ കൃത്യമായി മാസം തോറും നൽകണമെന്ന നിർബന്ധം LDF-നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി പെൻഷൻ കൊടുക്കും. കമ്പനി ചെലവിടുന്ന പൈസ സർക്കാർ കമ്പനിക്ക് നൽകും. നല്ല ക്രമമായി കാര്യങ്ങൾ പോവുകയായിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു. നിങ്ങളെ ഈ കമ്പനി എടുക്കുന്ന വായ്പ നിങ്ങളുടെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. എന്താ ഇത് കൊടുക്കരുതെന്ന്? ഈ പെൻഷൻ കൃത്യമായി കൊടുക്കരുതെന്ന്? അത് തടയാൻ വേണ്ടി നേരത്തെ കിഫ്ബിയോട് പറഞ്ഞ ന്യായമില്ലേ? ഞങ്ങൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങൾ കോടാനുകോടിയാണല്ലോ വായ്പയായി എടുക്കുന്നത്. ആ വായ്പ ഇന്ത്യ ഗവൺമെൻറ് വായ്പയിലില്ലാലോ. അപ്പോൾ പറഞ്ഞ മറുപടി, നാഷണൽ ഹൈവേ അതോറിറ്റി സ്വന്തമായി വരുമാനമുണ്ടാക്കുന്നുണ്ട്, കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ഇത് സുപ്രീം കോടതിയിലടക്കം ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ മറുപടിയാണ്. കൃത്യമായി വരുമാനം കിഫ്ബി ഉറപ്പാക്കുന്നില്ല എന്ന തൊടുന്യായാണ് അവിടെ പറഞ്ഞത്. ഉദ്ദേശം വ്യക്തമാണ്, നമ്മുടെ നാടിൻ്റെ വികസനം തടയുക, ക്ഷേമപ്രവർത്തനങ്ങൾ തടയുക. ഇത് മാത്രമാണോ? നമ്മുടെ കേരളത്തിന് നൽകേണ്ട പദ്ധതി വിഹിതം നൽകാതിരിക്കാൻ നിലപാടെടുക്കുന്നു. അതിന് മുടക്കം വരുത്തുന്നു. കൃത്യമായി നൽകേണ്ടത് കൃത്യമായി നൽകുന്നില്ല. അതിൻ്റെ ക്രമം പാലിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നാം എടുക്കേണ്ട വായ്പ, ആ വായ്പയിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തുന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് വരുമാനം കുറയുന്നു. സർക്കാരിൻ്റെ വരുമാനമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട വിഹിതമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടത് ഒരു ദയാവായ്പോടുകൂടി നൽകേണ്ടതല്ല. നമ്മുടെ രാജ്യം വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ ബാധ്യതപ്പെട്ട തുകയുണ്ട്. അതാണ് നമുക്ക് നൽകേണ്ടത്. അത് ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. പക്ഷേ അതിലാണ് വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തിയത്. ഇതിനു പുറമെയാണ് കടമെടുക്കാനുള്ള നമ്മുടെ അവകാശം. അതിലും വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തുകയാണ്. ഇങ്ങനെ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുക. ഇതാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ആ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഭാഗമായി നടക്കേണ്ടത് കൃത്യമായി നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ സർക്കാർ എത്തണം. ഇതാണ് ലക്ഷ്യമിട്ടത്. നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷം നേരത്തെ ഉണ്ടായി. അത്തരമൊരു വല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ ചില മാസങ്ങൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി. ഏതായാലും കളി ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ
ഗവൺമെൻറ് നിയമസഭ മുൻപാകെ ഒരു കാര്യം വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുത്തിരിക്കും. ഒരു തരത്തിലുള്ള കാലവിളമ്പവും അതിനുണ്ടാക്കില്ല. മാത്രമല്ല, വന്ന കുടിശ്ശിക മുഴുവനായി കൊടുത്തു തീർക്കും. ഏകദേശം തീരാവുന്ന അവസ്ഥയിലെത്തി. ഇനി 2 ഗഡു കൂടിയായാൽ മുഴുവനായി തീരുന്ന കുടിശ്ശിക മുഴുവൻ തീരുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതെല്ലാം കേരളത്തിൽ പ്രത്യേകമായി അടിച്ചേൽപ്പിച്ച നടപടികളുടെ ഭാഗമായി സംഭവിച്ചതാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. പ്രത്യേകമായ ഒട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടതായി വന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ 5 വർഷക്കാലം നിപ്പ, ഓക്കി, 2018 മഹാപ്രളയം, തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി. അത് കഴിഞ്ഞ് നിന്നൊന്ന് ശ്വാസം കഴിക്കാനിടവില്ല. അപ്പോഴേക്ക് ലോകമാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇതെല്ലാം നമുക്ക് നേരിടേണ്ടി വന്നു. നമ്മുടേതുപോലൊരു നാട് പൂർണ്ണമായി തകർന്നടിഞ്ഞു പോകാൻ മറ്റൊന്നും വേണ്ടതില്ല. 2018 മഹാപ്രളയം, നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ ആകെ തകർത്തടിക്കുകയായിരുന്നു. നമുക്ക് സഹായം വേണമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാൻ ബാധ്യപ്പെട്ട ഗവൺമെന്റാണ്. നമ്മുടെ ഭരണഘടന കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ സഹായിക്കണമെന്ന്. പക്ഷേ ഒരിടത്തും അനുഭവപ്പെടാത്ത ഒറ്റപ്പെടൽ, അവഗണന നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. ആ മഹാപ്രളയത്തിൽ തകർന്ന നാടിനെ പുനരുദ്ധരിക്കാൻ ആവശ്യമായ സഹായം ലഭിച്ചില്ല. നമ്മെ സഹായിക്കാൻ ബാധ്യപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ആ ബാധ്യതയിൽ നിന്ന് മാറി നിന്നു. നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയാവുന്ന, നാടിനെ നെഞ്ചേറ്റിയ ചില രാഷ്ട്രങ്ങളുണ്ട്, ലോകരാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളിൽ ചിലത് നാടിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അപ്പോ വലിയ നോ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നേരത്തെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു, നരേന്ദ്രമോദി. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന് എല്ലാവിധ സഹായവും കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചു. നമ്മുടെ രാജ്യത്തിന് പുറത്തു നിന്നും സഹായം ലഭിച്ചു. എല്ലാ സഹായവും സ്വീകരിച്ച് അവിടെ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഇങ്ങനെയൊരു ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിന് കേന്ദ്രം നൽകേണ്ട സഹായം നൽകുന്നില്ല, സഹായിക്കാൻ തയ്യാറായ രാജ്യം മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടെടുക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മൾ തകരട്ടെ, കേരളം തകരട്ടെ എന്ന ചിന്തയല്ലേ? ഇവിടെ കൂട്ടി വായിക്കണം. ആ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തോടൊപ്പമാണ് നിന്നത്. അരയക്ഷരം അതിനെതിരെ സംസാരിക്കാൻ തയ്യാറായില്ല. ഇതും നമ്മുടെ ദുരനുഭവത്തിലുള്ളതാണ്. നാം തകർന്നു പോകും എന്നാണ് ഇവരെല്ലാം കണക്ക് കൂട്ടിയത്. നമ്മളോ രാജ്യവും ലോകവും ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഈ കേരളത്തിന് ഇതിനെയെല്ലാം അതിജീവിച്ച് ഈ രീതിയിൽ ഉയരാൻ കഴിഞ്ഞത് എന്ന് ആശ്ചര്യത്തോടെ അവർ നോക്കിക്കാണുന്നു. എങ്ങനെയാണത് സാധിച്ചത്? നമ്മുടെ നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും. അതിനു മുന്നിൽ ഒന്നും അസാധ്യമല്ല എന്ന നില നാം സൃഷ്ടിച്ചു.
അസാധ്യമായതെന്തും സാധ്യമാക്കാവുന്ന ഒന്നായി കേരളം മാറുന്ന നിലയുണ്ടായി. അവിടെയും നേരത്തെ ചൊല്ലിയ ചൊല്ല് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് പൂർണ്ണമായും അന്വർത്ഥമാവുകയായിരുന്നു. നമ്മുടെ നാടിൻ്റെ തകർച്ച ഈ നാടിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ എങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തോട് കുറച്ചൊരു അനിഷ്ടം കാണും. കാരണം കേരളം വേണ്ടത്ര അവരെ അംഗീകരിക്കുന്നില്ല, അത്ര പെട്ടെന്ന് അംഗീകരിക്കുന്ന നില ഉണ്ടാവുകയുമില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമുള്ള UDF എന്താണ് അതേ സമീപനം സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് BJPയെ പോലുള്ള ഒരു കേരള വിരുദ്ധ സമീപനം UDFന് സ്വീകരിക്കാൻ കഴിയുന്നത്? അതും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന നുണകൾ വളരെ വലുതാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെ നാടിൻ്റെ വികസനം ആഗ്രഹിക്കാത്ത വികസന വിരുദ്ധരുണ്ട്. ആ വികസന വിരുദ്ധ പ്രചാരകർ നടത്തുന്ന പ്രചരണങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ പറയുന്നത് നമ്മുടെ പദ്ധതികളൊന്നും നടക്കുന്നില്ല, പദ്ധതികളാകെ തകർന്നുപോയി. എന്താ അവസ്ഥ? ഈ കഴിഞ്ഞ മാർച്ച് 31-നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. ആ കണക്ക് ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 2024-25 സംസ്ഥാന വാർഷിക അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഇവിടുത്തെ പ്രചാരകര്, ഈ വികസന വിരുദ്ധ പ്രചാരകർ നടന്ന പ്രചാരണം കേട്ടാൽ നമുക്ക് തോന്നും 30,370 കോടിയിൽ ഒരു 15,000 കോടിയുടെ പദ്ധതി മാത്രമേ നടന്നിട്ടുണ്ടാവൂ. എന്നാൽ എന്താ വസ്തുത? നടപ്പായത്, ചെലവഴിച്ചത് 29,224 കോടി 23 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ 96.23% ചെലവഴിച്ച പദ്ധതിയാണ്. അതിനെപ്പറ്റി അത്തരമൊരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ടോ? നേരെ വിപരീതമായ ചിത്രം അവതരിപ്പിക്കാനല്ലേ താല്പര്യം? ഇപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുകയാണല്ലോ. അവർക്ക് നാം വകയിരുത്തിയത് 8,532 കോടി രൂപയാണ്. 8,532 കോടിയിൽ 4,000 ആയിപ്പോയോ? 8,532 കോടിയിൽ ചെലവഴിച്ചത് എത്രയാ? 9,452 കോടി 72 ലക്ഷം രൂപ. എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചത് 110.79%. ഇതാണ് കേരളം. ആ കേരളത്തെയാണ് പദ്ധതികൾ നടക്കാത്ത ഒരു നാടായി ചിത്രീകരിക്കാൻ നോക്കുന്നത്. ആ പ്രചരണങ്ങളുടെ യഥാർത്ഥ നില നാം തിരിച്ചറിയണം. നമുക്ക് കോവിഡ് ഘട്ടത്തിൽ തളർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കോവിഡ് രംഗത്ത് തളർച്ചയില്ലാത്ത ഏത് സ്ഥലമില്ലത്? ലോകത്തെവിടെയെങ്കിലും വ്യത്യസ്തതയുണ്ടോ? എല്ലായിടങ്ങളിലും സംഭവിച്ചതുപോലെ നമുക്കും തളർച്ചയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നാം ആഭ്യന്തര ഉൽപ്പാദന രംഗത്ത് വലിയ തോതിലുള്ള വളർച്ചയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച 2022-23 10.72%. 23-24 ആയപ്പോൾ 11.97%. പ്രതിശീർഷ വരുമാനത്തിലും നല്ല വളർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ നില എന്ന് നാം കാണുന്നു. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പം തന്നെ ദീർഘമായി പോയി എന്നാണ് തോന്നുന്നത്. ഈ മഴ എപ്പോഴാണ് വരിക എന്നുള്ള ശങ്ക കൊണ്ട് അപ്പോൾ നിർത്തേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ആലോചന തുടങ്ങിയത് കൊണ്ട് കുറച്ച് നീണ്ടുപോയി എന്നാണ് തോന്നുന്നത്. ഏതായാലും മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വ്യാവസായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിലുള്ള കുതിച്ചുചാട്ടത്തിലാണ് നിൽക്കുന്നത്. നാം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യമാണത്. ഉന്നത വിദ്യാഭ്യാസ മേഖല 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ, രാജ്യത്തെ ആദ്യത്തെ ഒരു 100 സ്ഥാപനങ്ങൾ എടുക്കുക.
കേരളത്തിലെ ഒരു സ്ഥാപനവും അതിനകത്തുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരെ വിളിച്ച് ചർച്ച ചെയ്തു, നമുക്കിതിന് മാറ്റം വരുത്തണം എന്ന് കണ്ടു. അന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്താണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ആ കാലത്ത്. എങ്കിലും അതിന് നടപടികൾ സ്വീകരിക്കാൻ ചർച്ച ചെയ്തു. ഇപ്പോൾ ഫലപ്രദമായ നടപടികളിലേക്ക് നീങ്ങി 2021 ശേഷം. എന്താ വന്ന മാറ്റം? രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ യൂണിവേഴ്സിറ്റികൾ, പൊതു യൂണിവേഴ്സിറ്റികൾ, ആ ആദ്യത്തെ 1 ഡസൻ യൂണിവേഴ്സിറ്റികളിൽ 3 എണ്ണം നമ്മുടേതാണ്. അതിന്റെ റാങ്കിങ് എങ്ങനെയാണ്? കേരള യൂണിവേഴ്സിറ്റി 10, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി 9, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10, കാലിക്കറ്റ് ഗാന്ധി യൂണിവേഴ്സിറ്റി 11. ഇതാണ് അവസ്ഥ. എന്നാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ാം സ്ഥാനത്തുണ്ട്. നല്ല മാറ്റം പൊതുവെ നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കോളേജുകൾ ആദ്യത്തെ 100-ൽ 16 എണ്ണം നമ്മുടെ കേരളത്തിലുള്ളതാണ്. മാറ്റമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റം വരുന്നു. കോഴ്സുകൾ നല്ല രീതിയിൽ തുടങ്ങാൻ കഴിയുന്നു. ഇനിയും മാറ്റമുണ്ടാവുക എന്നത് തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞവർക്ക് തൊഴിലിനാവശ്യമായ നൈപുണ്യം നല്ല രീതിയിൽ നൽകുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ നടപടികൾ നമ്മുടെ കേരളത്തിൽ ഇതിനകം തന്നെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യത്തിൽ നവകേരളം എന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാട് അതൊരു സങ്കല്പമായിട്ടുള്ളതല്ല എന്ന് നാം കാണണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സിംഹഭാഗം ചെലവ് സംസ്ഥാന ഗവൺമെൻറ്റാണ് വഹിച്ചിട്ടുള്ളത്. നല്ല ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നിലയുണ്ടായത്. നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല, ഇന്നത്തെ കാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. എല്ലാ കാര്യത്തിലും സർക്കാരിനോടൊപ്പം നിങ്ങൾ അണിനിരന്നിട്ടുണ്ട്. നിങ്ങളുടെ സഹായവും സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.